Hi friends, welcome to Pratap Jit. We will video tech update. Huawei P40 എന്ന് പറയുന്ന ഒരു ഫോണൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. അതിന് കൂടാതെ നോക്കിയയുടെ കുറേ ഫോണുകൾ അതിൽ തന്നെ 5G ഫോണൊക്കെ നോക്കിയ ഇറക്കിയിട്ടുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അതേപോലെ സാംസങ്ങിന്റെ A11 അത് അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അതേപോലെ രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഭാഗമാണ്. ഒന്നാമത്തെ കാര്യം P40 തന്നെ ആവട്ടെ. Huawei P40 ഈ ഒരു ഫോണിന്റെ സീരീസ് നമുക്കറിയാം. ക്യാമറയ്ക്കൊക്കെ ഗംഭീര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഗംഭീര സീരീസ് തന്നെയാണ്. P30 ഒക്കെ അടിപൊളി ഫോണുകളായിരുന്നു. ഇപ്പോൾ P40 വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഇവിടെയും ക്യാമറ തന്നെയാണ് മെയിനായിട്ടും എടുത്ത് കാണിക്കപ്പെടുന്നത്. പുറകിൽ 5 ക്യാമറയൊക്കെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ ഡുവൽ ക്യാമറ സെറ്റപ്പ്, അത് മെയിൻ ക്യാമറ 32 മെഗാപിക്സൽ സെൽഫി ക്യാമറ ഇരിക്കുന്നു. കൂടാതെ TOF ലെൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങളല്ല റൂമേഴ്സ് ആണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വ്യത്യസ്തമായ പവർഫുള്ളായ റൂമേഴ്സ് ഒക്കെ ആദ്യമായിട്ടാണ് വരുന്ന ഒരു ഫോണിനെ കുറിച്ച്. എന്തായാലും TOF ലെൻസ് കടക്കുന്ന ഒരു സെറ്റപ്പാണ് സെൽഫിക്ക് തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റിയർ ക്യാമറ ആണെങ്കിൽ മെയിൻ ക്യാമറ 52 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയാണ്, 40 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒക്കെ നമുക്ക് മെയിൻ ക്യാമറയിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ടെലിഫോട്ടോ ലെൻസുകൾ 2 എണ്ണം ഉണ്ടായിരിക്കും. ആ 2 ലെൻസുകളിലും ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഒപ്റ്റിക്കൽ സൂമിംഗ് ഒക്കെയുണ്ട്. ഒരെണ്ണത്തിൽ 3x സൂം പറയുന്ന ഒപ്റ്റിക്കൽ ഡിജിറ്റലിന്റെ കണക്ക് നമുക്ക് അറിയില്ല. മറ്റൊരു ലെൻസിലാണെങ്കിൽ 10x വരെ ഒപ്റ്റിക്കൽ സൂം തന്നെ പറയുന്നു. പെരിസ്കോപ്പിക് ലെൻസ് സെറ്റപ്പ് ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് അറിയില്ല കേട്ടോ, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇത്രയും പവർഫുള്ളായ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫോണിനെ കുറിച്ച് കേൾക്കുന്നു എന്നുള്ളത് ഇത്തിരി കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. 5 ക്യാമറകളാണ്, അതിൽ ഇത്രയും ക്യാമറ ലെൻസുകളുടെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഒരു പവർഫുൾ ക്യാമറ സെറ്റപ്പ്, അതിൻ്റെ ഒപ്പം ഇത് 5G എനേബിൾഡ് ആയ ഫോൺ കൂടിയായിരിക്കും. കിരിൻ 990 എന്ന പ്രോസർ ആയിരിക്കും ഇതിനകത്ത് ഉണ്ടായിരിക്കുക. 12 GB റാമും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത്തവണയും ഗൂഗിളിൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല, പ്ലേ സ്റ്റോറൊന്നും ഉണ്ടാവില്ല. യൂഷ്വലി ഇപ്പോൾ വരാറുള്ള പോലെ തന്നെയാണ് ഈ ഒരു ഫോണും വരിക. അപ്പോൾ ഇത്രയും പവർഫുള്ളായ ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതിന് പ്ലേ സ്റ്റോർ ഇല്ല എന്നുള്ളത് കൊണ്ട് നിങ്ങളിത് സ്കിപ്പ് ചെയ്യും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും നല്ല പവർഫുള്ളായ ക്വാഡ് HD ഡിസ്പ്ലേ, AMOLED ഡിസ്പ്ലേ തന്നെയായിരിക്കും. അതിൽ 120 Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പോഴത്തെ ഒരു പവർഫുള്ളായ ഫോണുകളിലൊക്കെ നമ്മൾ കാണുന്ന എല്ലാ തരം സെറ്റപ്പും ഈ അടുത്ത നെക്സ്റ്റ് ലെവൽ ക്യാമറ സെറ്റപ്പും ഇതിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നു. എന്തായാലും ഇതെല്ലാം റൂമേഴ്സ് തന്നെയാണ്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 26-ാം തീയതി അറിയാൻ പറ്റുള്ളൂ. 26-ാം തീയതിയാണ് ഇതിൻ്റെ ലോഞ്ച് ഡേറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് കൂടുതൽ വിശദമായിട്ട് അറിയാം. എങ്കിലും ഇപ്പോഴേക്ക് ഈ ഫോണിൻ്റെ ഒറിജിനൽ എന്ന് പറയപ്പെടുന്ന ഇമേജുകൾ ലീക്ക് ആയിട്ടുണ്ട്. ആ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയ നല്ലൊരു ഫ്രണ്ട് ഡിസൈൻ എന്തായാലും ഈ ഒരു ഫോണിൽ കാണുന്നുണ്ട്. എന്തായാലും വ്യത്യസ്തമായ പവർഫുള്ളായ ക്യാമറ സെറ്റപ്പുമായിട്ട് ഇത്രയും നല്ലൊരു ഡിസൈനിൽ ഈ ഒരു ഫോൺ 26-ാം തീയതി ലോഞ്ച് ചെയ്യണം. നമുക്ക് അന്ന് അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കും. എന്തായാലും P40 ആണോ 40 Proയുടെ മാത്രമാണോ നമ്മൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അന്നേ അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇപ്പോഴേക്ക് ഒരു രൂപരേഖയില്ല. അപ്പോൾ എന്തായാലും കൂടുതൽ വിശദാംശങ്ങളൊക്കെ 26-ാം തീയതി. ഇനി അടുത്തതായിട്ട് സാംസങ്ങിന്റെ ഒരു ഫോൺ അവർ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് A11. ഓൾറെഡി നമുക്ക് അറിയാവുന്ന A10 10,000 താഴെ നിൽക്കുന്ന ഫോണാണ്. അപ്പോൾ അതിന്റെ നെക്സ്റ്റ് ജനറേഷനായ A11 ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ചെറിയൊരു 5 ഹോൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ്, അതായത് ഇൻഫിനിറ്റി ഓ ഡിസ്പ്ലേ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ഡിസൈനും റെയർ ഡിസൈനും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ രീതിയിലുള്ള ഒരു ബേസിക് സെറ്റപ്പ് ആണ്. ഈ ഒരു ഫോൺ ബേസിക് ഫോണാണ്, എൻട്രി ലെവൽ ഫോണാണ്, സാംസങ്ങിന്റെ എൻട്രി ലെവൽ ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഫോൺ. എന്തായാലും HD+ ഡിസ്പ്ലേ ആണ്, 6.45 വരുന്ന HD+ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. അതിൻ്റെ ഒപ്പം തന്നെ 1.8 GHz ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്രോസറാണ്. 2 GB റാമിൻ്റെയും 3 GB റാമിൻ്റെയും മോഡലുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ മെമ്മറി വരുന്നത് 32 GB ആണ്. അതിൻ്റെ ഒപ്പം 13 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, ഒരു 5 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, ഇങ്ങനെ 3 ക്യാമറകളാണ് റിയർ സൈഡിൽ. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. ഒരു 8 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരാൻ പോകുന്നത്. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം, ഇവിടെയും 15 വാട്ട് ഫാസ്റ്റ് ചാർജിങ് വെച്ചിട്ടുണ്ട്, 4000 mAh ബാറ്ററി. അപ്പോൾ ഒരു ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ ഒരു എൻട്രി ലെവൽ ഫോൺ തന്നെയാണ് സാംസങ് അവതരിപ്പിച്ചിരിക്കുന്നത് A11. ഇതിൻ്റെ വിലയോ അവൈലബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് നമുക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് അപ്ഡേറ്റുകൾ കിട്ടുമ്പോൾ ഞാൻ അത് അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഈ ഒരു നമുക്കറിയാവുന്ന ഒരു ഊഹം വെച്ച് പറയുകയാണെങ്കിൽ 8,000 10,000 ആ ഒരു റേഞ്ചിനകത്തായിരിക്കണം ഈ ഒരു സീരീസ് വരിക. അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ കൃത്യമായ വിലയും കാര്യങ്ങൾ അറിയുമ്പോൾ നമ്മളത് അടുത്ത വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഈ റേഞ്ചിൽ സാംസങ് ഫോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ഫോൺ വരുമ്പോൾ നമുക്കൊരു പക്ഷേ ഒരു നല്ല സാംസങ് ഫോൺ എടുക്കാൻ സാധിച്ചേക്കാം. ഇനി അടുത്തൊരു കാര്യം, നോക്കിയയുടെ 5G ഫോൺ നോക്കിയ അവതരിപ്പിച്ചിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 765G ഈ ഒരു പ്രോസറൊക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ 5G ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും നോക്കിയയും ഒരു 5G ഫോണുമായിട്ട് വന്നിരിക്കുകയാണ്. 6.81 വരുന്ന ഒരു വലിയ ഡിസ്പ്ലേ ആണ്. 20:9 ആസ്പെക്ട് റേഷ്യോയിലുള്ള ഒരു വലിയ ഡിസ്പ്ലേ. പ്യുവർ വ്യൂ, ഇവരുടെ ഒരു ഫുൾ HD ഡിസ്പ്ലേ, അത് പ്യുവർ വ്യൂ ഡിസ്പ്ലേ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു നല്ല ഡിസ്പ്ലേ, ഒരു വലിയ ഡിസ്പ്ലേ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. അതിൻ്റെ ഒപ്പം ഈ ഒരു പ്രോസർ സ്നാപ്ഡ്രാഗൺ 765G തീർച്ചയായിട്ടും പവർഫുള്ളായ ഒരു 5G. നമ്മുടെ സ്നാപ്ഡ്രാഗൺ 765 ഉള്ള ഒരു 5Gയുടെ പെർഫോമൻസ് അല്ലെങ്കിലും ഈ ഒരു പ്രോസറിലും അത്യാവശ്യം ഒരു നല്ല 5G കേപ്പബിലിറ്റി ഒക്കെ ഉള്ള ഒരു പ്രോസർ തന്നെയാണ്. സോ ഒരു നോർമലായ ഒരു നല്ല പ്രോസറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ ഇതിന്റെ ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സൈസ് ലെൻസ് യൂഷ്വലായിട്ട് ഇവരുടെ ഫോണുകളിൽ കണ്ടുവരുന്ന ആ സൈസ് ലെൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയോടൊപ്പം ഒരു 12 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ മാക്രോ ലെൻസും 2 മെഗാ പിക്സലിന്റെ ഡെപ്ത് സെൻസറുമാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്ന റിയർ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 24 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയുണ്ട്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് വലിയ സർപ്രൈസിംഗ് ആയ ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്ക് ഇതിന്റെ പ്രൈസ് ഞാൻ ആദ്യം തന്നെ പ്രൈസ് പറയാമായിരുന്നു. ഏതായാലും പ്രൈസ് വരുന്നത് 48-49 ആ ഒരു റേഞ്ചിലാണ്. 48,000 രൂപയോളം വരുന്ന ഒരു ഫോണിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയ 765G എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ 10,000 രൂപയ്ക്ക് 15,000 രൂപയ്ക്കൊക്കെ ഫോണുകൾ കാണുന്ന ആ ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിനകത്തും പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ പറയാം. നോക്കിയ എത്രയും കൂടിയ വിലയ്ക്ക് ഈ ഒരു സ്പെക്കിൽ ഫോൺ ഇറക്കുമ്പോൾ ഓക്കെ ഇത് അക്സെപ്റ്റബിൾ ആണ്, നോക്കിയ ആയതുകൊണ്ട് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഒപ്പം തന്നെ ഇതിൽ ആൻഡ്രോയിഡ് 1 പ്രോഗ്രാമിന്റെ ഭാഗമാണ്. അപ്പോൾ സ്റ്റോക്ക് ആൻഡ്രോയിഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ലെവലിലുള്ള ഒരു എക്സ്പീരിയൻസ് കൂടി എക്സ്പെക്ട് ചെയ്യാം. ആൻഡ്രോയിഡ് ലെവലിലേക്ക് അടുത്ത് തന്നെ അപ്ഡേറ്റ് കിട്ടുമെന്നും നോക്കിയ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇത് എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷേ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു പ്രൈസിന്, അതായത് 50,000 രൂപ, 49 എന്ന് പറയുമ്പോൾ ഒരു 50,000 രൂപ റേഞ്ചിൽ ഈ സ്നാപ്ഡ്രാഗൺ 765 ഈ ഒരു ക്യാമറ സെറ്റപ്പും ഇതൊക്കെയുള്ളൊരു ഫോൺ അക്സെപ്റ്റബിൾ ആണോ നിങ്ങൾക്ക്? തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമന്റായിട്ട് ഷെയർ ചെയ്യാം. ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ റെഡ്മി K30 Pro ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിന്റെ കുറേയധികം ഇമേജുകൾ ഇപ്പോൾ ലീക്കായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. കൂടുതൽ വിശദാംശങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ കൂടുതൽ പുതുമയുള്ള കാര്യമൊന്നും പറയാനില്ല. ജസ്റ്റ് ഇമേജുകളൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. കുറച്ച് നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സംഭവം. പിന്നെ എല്ലാവരും തന്നെ ഇപ്പോൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ K30 നമുക്കിവിടെ Poco X2 ആയിട്ട് കിട്ടുമ്പോൾ K30 Pro ഇവിടെ Poco F2 ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഈ ഒരു ഫോൺ Poco F2 ആയിട്ട് വന്നാൽ നിങ്ങൾ ആക്സെപ്റ്റബിൾ ആണോ എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ കൂടുതലായിട്ടും നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു ഇതായിരിക്കും Poco F2 എന്ന്. പക്ഷെ നമുക്ക് കൺഫർമേഷൻ ഒന്നുമില്ല, കമ്പനി അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഇല്ല. ബട്ട് മേ ബി സംഭവിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ Poco F2 ആയിട്ട് ഈ ഒരു ഫോൺ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും Poco F2 ഫാൻസിനോടെ കമന്റായിട്ട് ഷെയർ ചെയ്യാം. എല്ലാവരും തന്നെ കമന്റൊക്കെ നോക്കുക. എല്ലാവരുടെ അഭിപ്രായങ്ങളും നമുക്ക് വളരെ വിലപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ ടെക് അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ